ഞാൻ ദുആയിലേക്ക് കടക്കുകയാണ്. തേനുണ്ട് പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും ഒന്ന് ഒറ്റ സാധനമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് കടക്കാണ്. ലേല സംവിധാനത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നില്ല, എന്നാലും നൽകിയ ആൾക്ക് നല്ലൊരു നിയ്യത്ത്. ഇത് മഹാനായ ഒരു മനുഷ്യന്റെ കറാമത്തുകൾ പിറന്ന ഒരു മനോഹരമായ ഭൂമികയാണ്. 1001 രൂപയ്ക്ക് ഒരവകാശിയല്ലേ ഉണ്ടാകാൻ പറ്റുള്ളൂ. ആരെങ്കിലും ഒരാൾ അൽഹംദുലില്ലാ പ്രിയപ്പെട്ട രക്ഷിതാവ് അവിടെ കൈ ഉയർത്തിയിരിക്കുന്നു, അങ്ങോട്ട് എത്തിക്കണേ. അല്ലാഹുവേ തമ്പുരാനെ, ഇതിൽ ഓരോ തുള്ളിയും അദ്ദേഹത്തിന്റെയും അത് ഉപയോഗിക്കുന്ന മറ്റുള്ളവരുടെയും രോഗശമനമാകണേ തമ്പുരാനെ, മേധാശക്തിയാക്കണേ തമ്പുരാനെ, 2 ലോകങ്ങളിലേക്കുള്ള വിജയത്തിന്റെ കൂടി ഔഷധം കൂട്ടാക്കണേ തമ്പുരാനെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാനും അസുഖങ്ങൾ ഭേദമാകാനും അങ്ങനെ കുറെ മുറാദുകൾ മനസ്സിൽ വെച്ചിട്ട് അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദ്വാരക്കുന്ന ഞാനോ അല്ലെങ്കിൽ നമ്മളോ ഒന്നും ആവൂല. ഈ മഹാൻ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മജ്ലിസ് നമ്മുടെ ദുആക്കൊക്കെ ഇജാബത്ത് കിട്ടാനുള്ള ഒരു നല്ലൊരു കാരണമായേക്കാം. അതുകൊണ്ട് ഈ സദസ്സിൽ നിന്ന്, ഈ നാട്ടിൽ നിന്ന്, ഈ ഭൂമിയിൽ നിന്ന് ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെയൊക്കെ ഭാഗതയും കുറിക്കാൻ ഗതകാല യുഗപുരുഷന്മാർ പഴയ കാലത്തെ നമ്മളെ കാരണവന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു പിന്തുടർച്ചയാണ് നമ്മളൊക്കെ ഇവിടെ വളരെ മനോഹരമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ജാമിയയുടെ ജൂനിയർ കോളേജ് അടക്കമുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ, സംവിധാനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. സ്വാഗത ഭാഷണത്തിൽ അത് ഇവിടെ പരിചയപ്പെടുത്തി. അതിനൊക്കെ നിങ്ങൾ ചേർത്ത് പിടിക്കണം. ഈ മക്കൾക്ക് വേണ്ട ചെലവുകൾ, ഈ മക്കളുടെ പഠനത്തിന് ആവശ്യമായിരിക്കുന്ന ഒത്താശകൾ, അതെല്ലാം ഈ നാട് ചെയ്തു കൊടുക്കണം. പ്രൗഢമായ ദർസും അറബി കോളേജും അതൊക്കെ നല്ല രീതിയിൽ ഇവിടെ നടക്കണം. ഒരു അല്ലലും അതിന്റെ സഞ്ചാരപഥങ്ങളിൽ നമുക്ക് ദർശിക്കേണ്ടി വരരുത്. അത് നമ്മളെ കൂടി കർത്തവ്യമാണ് എന്ന ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആമീൻ പറയാ. ഞാൻ ചെറിയൊരു ദുആയിലേക്ക് കടക്കുകയാണ്. ഈ ഒരു കടപ്പാട് എന്ന അർത്ഥത്തിന്റെ പുറത്ത് മാത്രമല്ല, നമ്മുടെ റബ്ബിനോട് നമുക്ക് ദുആ ചെയ്ത് പിരിയാൻ എന്ന് പറഞ്ഞാൽ അതൊരു സൗഭാഗ്യമല്ലേ. അതും പ്രത്യേകിച്ച് മഹാന്മാരുടെ ഈ സദസ്സിൽ അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم اغفر لنا ذنوبنا واستر عيوبنا وفرج همومنا واقض حوائجنا واشف أمراضنا وبلغ آمالنا وصحح أجسامنا وأد ديوننا وحقق رجاءنا وحسن أخلاقنا.